കേസിയ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. കേസിയ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. കേസിയ വാസ് എ സ്മോൾ ഗേൾ. കേസിയ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. അവൾ അവളുടെ പപ്പ, അമ്മ, മുത്തശ്ശി എന്നിവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അവൾ അവളുടെ പപ്പ, അമ്മ, മുത്തശ്ശി എന്നിവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഷീ ലിവ്ഡ്, അവൾ താമസിച്ചു വിത്ത് ഹെർ മാം, വിത്ത് ഹെർ ഡാഡ് ആൻഡ് ഗ്രാൻഡ് മദർ. നമുക്ക് നോക്കാം. ഷീ ലിവ്ഡ് വിത്ത് ഹെർ പപ്പ, അച്ഛൻ്റെ കൂടെ, മമ്മ, അമ്മയുടെ കൂടെ, ആൻഡ് ഗ്രാൻഡ്മ, മുത്തശ്ശിയുടെ കൂടെ. അവൾ മുത്തശ്ശിയെ സ്നേഹിച്ചിരുന്നു. അവൾ മുത്തശ്ശിയെ സ്നേഹിച്ചിരുന്നു. ഷീ ലവ്ഡ് ഗ്രാൻഡ്മ. ഷീ ലവ്ഡ് ഹെർ ഗ്രാൻഡ്മ. അവൾ അവളുടെ മുത്തശ്ശിയെ സ്നേഹിച്ചിരുന്നു. അവളുടെ പപ്പ കർശനക്കാരനായിരുന്നു. അവളുടെ പപ്പ കർശനക്കാരനായിരുന്നു. ഹെർ ഫാദർ വാസ് വെരി സ്ട്രിക്റ്റ്. അവളുടെ പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം. ഹെർ പപ്പ വാസ് സ്ട്രിക്റ്റ്. അവളുടെ പപ്പ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കേസിയക്ക് അവനെ ഭയമായിരുന്നു. ഇത് പിന്നെ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നത്. കേസിയക്ക് അവനെ ഭയമായിരുന്നു. കേസിയ വാസ് അഫ്രൈഡ് ഓഫ് ഹിം. അവനെ പേടി, അല്ലെങ്കിൽ കേസിയ വാസ് സ്കേർഡ് ഓഫ് ഹിം. കേസിയ വാസ് അഫ്രൈഡ് ഓഫ് ഹിം. കേസിയക്ക് അവനെ ഭയമായിരുന്നു. അവൻ അവളോടൊപ്പം പുഞ്ചിരിക്കുകയോ കളിക്കുകയോ ചെയ്തില്ല. അവൻ അവളോടൊപ്പം പുഞ്ചിരിക്കുകയോ കളിക്കുകയോ ചെയ്തില്ല. ഹീ ഡിഡിൻറ്റ്, അവൻ ചെയ്തില്ല. സ്മൈൽ ഓർ പ്ലേ വിത്ത് ഹെർ. ഹീ ഡിഡ് നോട്ട് സ്മൈൽ ഓർ പ്ലേ വിത്ത് ഹെർ. അവൻ അവളുടെ കൂടെ ചിരിക്കുകയോ കളിക്കുകയോ ചെയ്തില്ല. അവൻ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അവൾ കരുതി. അവൻ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അവൾ കരുതി. ഷീ തോട്ട്, അവൾ കരുതി. ദാറ്റ് ഹീ ഡസൻറ്റ് ലവ് ഹെർ. ഷീ തോട്ട് ദാറ്റ് ഹീ ഡിഡ് നോട്ട് ലവ് ഹെർ. അവൻ ഡസൻ്റ് അല്ല, അവനെ സ്നേഹിച്ചില്ലെന്ന് പറയുമ്പോൾ ഹീ ഡിഡ് നോട്ട് ലവ് ഹെർ. ഓക്കെ. ഒരു ദിവസം കേസിയ അബദ്ധത്തിൽ അവൻ്റെ പേപ്പറുകൾ കീറിക്കളഞ്ഞു. ഒരു ദിവസം കേസിയ അബദ്ധത്തിൽ അവൻ്റെ പേപ്പറുകൾ കീറിക്കളഞ്ഞു. വൺ ഡേ, ഒരു ദിവസം കേസിയ, ടിയറിൻ്റെ പാസ്റ്റാണ് ടോർ ഹിസ് പേപ്പേഴ്സ് ബൈ മിസ്റ്റേക്ക്. അറിയാതെ അവൻ്റെ എന്തോ ഒരു പേപ്പർ കീറി. പപ്പ ദേഷ്യപ്പെട്ടു, അവളെ അടിച്ചു. പപ്പ ബിക്കെയിം ആംഗ്രി ആൻഡ് ഹിറ്റ് ഹെർ, അല്ലെങ്കിൽ ബീറ്റഡ് ഹെർ എന്നൊക്കെ പറയാം. അവിടെ നോക്കാം. പപ്പ വാസ് ആംഗ്രി, പപ്പക്ക് ദേഷ്യം പിടിച്ചിരുന്നു. ആൻഡ് ഹിറ്റ് ഹെർ, അവളെ അടിച്ചു. കേസിയ വളരെ ഭയപ്പെട്ടു. കേസിയ വാസ് വെരി സ്കാഡ്. പിന്നെ ഒരു ദിവസം അമ്മയ്ക്ക് അസുഖം വന്നു. ദെൻ വൺ ഡേ മാമ, അല്ലെങ്കിൽ മദർ ഗോട്ട് സിക്ക്, അല്ലെങ്കിൽ മദർ ബിക്കെയിം ഇൽ. ഇവിടെ ഇൽ എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ്. അമ്മക്ക് അസുഖം വന്നു. അമ്മയും മുത്തശ്ശിയും ആശുപത്രിയിൽ പോയി. മാം ആൻഡ് ഗ്രാൻഡ്മ വെൻറ്റ് ടു ഹോസ്പിറ്റൽ. മാം ആൻഡ് ഗ്രാൻഡ്മ വെൻറ്റ് ടു ദി ഹോസ്പിറ്റൽ. അമ്മയും മുത്തശ്ശിയും ആശുപത്രിയിൽ പോയി. കേസിയ പപ്പയോടൊപ്പം തനിച്ചായിരുന്നു. കേസിയ വാസ് അലോൺ വിത്ത് പപ്പ. കേസിയ പപ്പയോടൊപ്പം തനിച്ചായിരുന്നു. രാത്രിയിൽ അവൾ ഒരു മോശം സ്വപ്നം കണ്ടു. അറ്റ് നൈറ്റ്, രാത്രിയിൽ. ഷീ സോ, അവൾ കണ്ടു. എ ബാഡ് ഡ്രീം, ഒരു മോശം സ്വപ്നം. ഇവിടെ ഷീ ഹാഡ് എ ബാഡ് ഡ്രീം എന്നാണ് കൊടുത്തത്. അവൾക്കൊരു മോശം സ്വപ്നം ഉണ്ടായിരുന്നു. മോശം സ്വപ്നം കണ്ടു എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചു എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അവൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ വിളിച്ചു. ഷീ ക്രൈഡ് ആൻഡ് കോൾഡ് ഫോർ ഗ്രാൻഡ്മ. അവൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ വിളിച്ചു. പപ്പ വന്നു. പപ്പ കെയിം. അവൻ അവളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടത്തി. ഹീ ഹഗ്ഡ് ഹെർ ആൻഡ് പുൾഡ് ഹെർ ഇൻ ടു സ്ലീപ്പ്.
അവളെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചു. പപ്പനെയാണ് ആ ഹി എന്ന് പറയുന്നത്. അവൻ ദയുള്ളവനായിരുന്നു. ഹി വാസ് കൈൻഡ്, വെരി കൈൻഡ്. അപ്പോൾ കെസിയക്കറിയാമായിരുന്നു. കെസിയ ദെൻ ന്യൂ, കെസിയക്കറിയാമായിരുന്നു പപ്പ എന്നെ സ്നേഹിക്കുന്നു. പപ്പ ലവ്സ് മീ. ഈ സെൻറ്റൻസ് പാറ്റേണിലെ എല്ലാ വീഡിയോസും സെൻറ്റൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഒന്ന് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചില ഗ്രാമാറ്റിക്കൽ എറേഴ്സ് അതിൽ ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ.